ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതെൻ്റെ പുതിയ മൈക്കാണ്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ തുടങ്ങുകയാണ്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഒരു നേഴ്സിംഗ് ജേർണി ഇൻ USA എന്നൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ അവർ വീഡിയോ. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇന്നൊരു വേറൊരു സ്ഥലത്തിരുന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പുറത്തിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് വെട്ടം കുറച്ച് കുറവായിരിക്കും. ഓൾറെഡി ഇവിടെ 5:45 അപ്പം വെട്ടം വളരെ കുറവാണ്. ബട്ട് അത് എനിക്കൊരു മാറ്ററല്ല. അപ്പം ഞാൻ വിചാരിച്ചു പുതിയൊരു അന്തരീക്ഷത്തിൽ വീഡിയോ ചെയ്യാമെന്ന്. സോ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ നഴ്സിംഗ് ജേണി ആദ്യം ഞാൻ പറയുകയാണ്. ഞാൻ പഠിച്ചത് ഞാനൊരു നേഴ്സാണ്. നിങ്ങളെൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാത്തവർ പോയി കാണുക. അതിൽ ഞാൻ പറയുന്നുണ്ട് ഞാനൊരു നേഴ്സാണ്. പക്ഷേ എൻ്റെ ഒരു നഴ്സിംഗ് ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാനിവിടെ NCLEX പാസ്സായി. ഇപ്പം ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2.5 വർഷമായി. സോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത്, പിന്നെ എങ്ങനെയാണ് NCLEX എഴുതി പാസ്സായി എൻ്റെ നേഴ്സിംഗ് ജേണിയിലേക്ക് കടന്നത് എന്ന്. ഒരു കാര്യം ഞാൻ പറയുവാണ്, ഞാനിവിടെ വരുമ്പം എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ് ആസ് എ നേഴ്സ്. ഐ ജസ്റ്റ് കെയിം ഹിയർ വിത്തൗട്ട് ആൻ എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ. അത് ഞാൻ ആദ്യമേ എടുത്ത് പറയുകയാണ്. ഇപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടായിരിക്കും നമുക്കിവിടെ വരുമ്പം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ഇവർ എടുക്കുകയുള്ളൂ എന്ന്. പക്ഷേ ഇവിടെ ന്യൂ ഗ്രാജ് നേഴ്സിനെയും എടുക്കുന്നുണ്ട്. സോ പറഞ്ഞ പോലെ 2015 ഞാനിവിടെ വന്നു. പക്ഷേ ആ സമയത്ത് +2 കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ 2 വർഷം ഞാൻ ഇവിടെ നിന്നു. പിന്നെ ഞാൻ നാട്ടിൽ പോയാണ് എൻ്റെ നേഴ്സിംഗ് പഠിച്ചത്. സോ 4 വർഷം ഞാൻ നാട്ടിൽ നിന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് ഞാനൊരു 2022 പാസ് ഔട്ടാണ്. ഞാൻ പഠിച്ചത് ആന്ധ്രയിലൊരു കോളേജിലാണ് ഞാൻ പഠിച്ചത്. ിലേക്ക് കടന്നു വരാം എങ്ങനെയായിരുന്നു എൻ്റെ നഴ്സിംഗ് ജേണിന്ന്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്ത്യയിലാണ് പഠിച്ചത്. ഇന്ത്യയിൽ പഠിച്ച് ഞാൻ അവിടെ ഒരു എക്സ്പീരിയൻസും എനിക്കുണ്ടായില്ല. ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു കടമ എന്ന് പറയുന്നത് NCLEX RN അത് എഴുതുക എന്നത് ഉള്ളതാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ IELTS എഴുതിയാണോ ഇവിടെ വന്നേന്ന്. എനിക്ക് IELTSും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ലായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി എൻ്റെ ഫാമിലി വിസ ത്രൂ ആണ് ഞാൻ ഇവിടെ വന്നത്. സോ എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് NCLEX RN ആണ്. സോ നിങ്ങൾക്കറിയാമല്ലോ, USA, കാനഡ, എനിക്കൊന്ന് ഓസ്ട്രേലിയ അങ്ങനത്തെ കൺട്രീസിൽ NCLEX RN നിർബന്ധമാണ്. അതെഴുതി ഇവിടുത്തെ ലൈസൻസ് എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പഠിത്തം കഴിഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് എനിക്കപ്പോൾ 1 വർഷം എൻ്റെ ഓൾറെഡി ഒരു ഗ്യാപ്പ് വന്നു. എനിക്കപ്പോഴും എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ആകപ്പാടെ ചെയ്തത് NCLEX RN എഴുതുകയാണ് ചെയ്തത്. അത് എഴുതാൻ വേണ്ടി എനിക്ക് 1 വർഷം സമയമെടുത്തു. കാരണം നാട്ടിൽ നിന്ന് വരുന്നവർ യൂണിവേഴ്സിറ്റി ത്രൂ സർട്ടിഫിക്കറ്റൊക്കെ CGFNS എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ അത് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യണം. അപ്പോൾ അതെല്ലാം ചെയ്ത് അവർ അംഗീകരിക്കണം നമ്മൾ USA എഡ്യൂക്കേഷനുമായിട്ട് നമ്മുടെ നഴ്സിംഗ് ഡിഗ്രി സിമിലർ ആണെന്നുള്ളത്. അത്രയും ക്ലാസ്സസ് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ അവരത് അഗ്രി ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ അടുത്ത NCLEX എഴുതാനുള്ള പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുന്നത്. സോ ആ ഒരു ജേണി ഭയങ്കര ടഫ് ജേണി ആയിരുന്നു. കാരണം 1.5 വർഷത്തോളം ഞാൻ അതിന് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി. NCLEX എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാം അല്ല. ഞാൻ പേടിപ്പിക്കുകയല്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു ടഫസ്റ്റ് എക്സാം തന്നെയാണ്. പിന്നെ എനിക്ക് ഗ്യാപ്പ് വന്നിട്ടില്ലാത്തത് കൊണ്ട് കുറച്ചും കൂടെ മീൻസ് ഞാൻ NCLEX എഴുതാൻ വേണ്ടി കുറേ ഗ്യാപ്പൊന്നും എടുത്തില്ല. പഠിത്തം കഴിഞ്ഞ് ഇവിടെ വന്നു. ഉടനെ തന്നെ ഞാൻ NCLEXന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. സോ അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തു. ഞാൻ NCLEX പാസ്സായി. അതിനിടയ്ക്ക് ഞാൻ ഇവിടെ നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറുമായിട്ട് ഒന്ന്
ഒന്നറിയാൻ വേണ്ടി അങ്ങനെ വർക്ക് ചെയ്യാമെന്ന്. സോ ഞാൻ അതിനും പക്ഷേ ഇവിടെ ലൈസൻസ് എഴുതണം. സോ ഞാനതൊരു ഐ തിങ്ക് ഞാനൊരു 2 മാസം 3 മാസം അതൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഞാൻ അതിനും സ്റ്റേറ്റിൻ്റെ ലൈസൻസ് എടുത്തിട്ട് ഞാനിവിടെ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് എംഗ്ലക്സ് പഠിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എനിക്ക് ഞാൻ 2 സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു അസിസ്റ്റഡ് ലിവിങ്ങിനും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഹോസ്പിറ്റൽ അന്തരീക്ഷം ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ഇവിടെ വരുന്നവരാണ്, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യാം. മീൻസ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഫാമിലി വിസ ത്രൂ വന്നിട്ട് നാട്ടിൽ പോയി നഴ്സിംഗ് പഠിച്ചവരുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ CNAയുടെ എക്സാം എഴുതി പാസ്സായി, അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഫാർമസിസ്റ്റായിട്ട് ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് അതിന് പഠിക്കുകയാണോ എനിക്കറിയത്തില്ല. അങ്ങനെ ഇങ്ങനെ ഇത് ഫാർമസി ടെക്കായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നഴ്സിംഗ് പഠിച്ച് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് നാട്ടിൽ പോയി പഠിച്ചവർ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എന്ത് ജോലികളും വേണം ചെയ്യാം. പക്ഷേ എനിക്കൊരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ പോയി. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എൻ എക്സ്പീരിയൻസ് ആസ് എ നഴ്സ്. ഞാനൊരു ന്യൂ ഗ്രാജുവേറ്റ് ആയിരുന്നു. അങ്ങനെ വന്നു എംഗ്ലക്സ് പഠിക്കുന്നതായിരുന്നു എൻ്റെ ടഫസ്റ്റ് ജേർണി. രാത്രിയിലും പകലും എല്ലാം ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ലാസ്റ്റ് ഒരു വർഷത്തിന് ശേഷമാണ് എനിക്ക് ഡേറ്റ് കിട്ടി. എക്സാം എഴുതി ഞാൻ പാസ്സായി. എക്സാം എന്ന് പറയുന്നത് 5 മണിക്കൂറത്തെ എക്സാമുമാണ്. സോ 5 മണിക്കൂർ മുഴുവൻ ഇരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അത് നമ്മൾ ഡിപ്പെൻഡ് അപ്പോൺ നമ്മളെങ്ങനെ എക്സാമിന് പെർഫോം ചെയ്യുന്ന അനുസരിച്ചാണ് അവർ ക്വസ്റ്റ്യൻസ്, അതായത് കമ്പ്യൂട്ടർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കമ്പ്യൂട്ടർ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ഉത്തരത്തിനും അനുസരിച്ച് അവർ നമ്മുടെ ക്വസ്റ്റ്യൻസ് പാടാക്കിക്കൊണ്ടിരിക്കും. അതനുസരിച്ചാണ് നമ്മൾ പിന്നെ ആൻസർ കൊടുക്കേണ്ടത്. ഭയങ്കര ക്രിട്ടിക്കൽ തിങ്കിങ്ങും ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് അവർ തരുന്നത്. അങ്ങനെ അത് പാസ്സായി. ഞാൻ പറഞ്ഞല്ലോ ഞാൻ CNA ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അതേ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്തു. നേഴ്സായിട്ട് കയറി. ഞാൻ നേഴ്സായിട്ട് കയറിയത് 2023 ഫെബ്രുവരിയിലാണ്. ഇപ്പോൾ 2023 ഫെബ്രുവരിയിലല്ല, 2024 ഫെബ്രുവരിയിലാണ്. ഇപ്പോൾ 2026 ആയി. ഇപ്പം ഞാൻ അതേ ഹോസ്പിറ്റലിൽ തന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കാർഡിയോവാസ്കുലർ നേഴ്സായിട്ടാണ്. സോ നിങ്ങൾക്കും ഇതുപോലെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, നമ്മളിവിടെ വന്ന എക്സ്പീരിയൻസ് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. എന്നെ സംബന്ധിച്ച് എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. പക്ഷേ അവരെന്നെ ഹയർ ചെയ്തു. അങ്ങനെ ന്യൂ ഗ്രാജുവേറ്റ് നേഴ്സിനെ അങ്ങനെ ഹയർ ചെയ്യുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്. അങ്ങനെ ഹയർ ചെയ്തു. ഞാനിപ്പോൾ എനിക്ക് 2.5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആയി. സോ അതായിരുന്നു എൻ്റെ നേഴ്സിംഗ് ജേർണി എന്ന് പറയുന്നത്. പിന്നെ നേഴ്സിംഗ് എന്ന് പറയുന്നത്, ഒരു കാര്യം കൂടെ ലാസ്റ്റ് പറയുകയാണ്. നേഴ്സിംഗ് നമ്മൾ ഇഷ്ടപ്പെട്ടെടുക്കുക. നമ്മൾ ആരുടെ നിർബന്ധത്തിന് എടുക്കാതിരിക്കുക. എവിടെയായിരുന്നാലും, ഇപ്പം നാട്ടിലായിരുന്നാലും USA ഏത് രാജ്യത്തായിരുന്നാലും നേഴ്സിംഗ് എളുപ്പമൊന്നുമല്ല. ഓരോ കൺട്രീസിലും ഓരോരോ രീതിയിലാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. പക്ഷേ നാട്ടിൽ സംബന്ധിച്ച് നോക്കുമ്പം നമുക്ക് നല്ല പൈസ കിട്ടും വെളിയിൽ. അത് സത്യമാണ്, നമുക്ക് അത്യാവശ്യം പൈസ കിട്ടും. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. ഇവിടെ വന്നാലും നമ്മൾ കഷ്ടപ്പെടാതെ നമുക്കൊന്നും കിട്ടത്തില്ല. സോ ഇതായിരുന്നു എൻ്റെ നേഴ്സിംഗ് ജേർണി. സോ നിങ്ങൾക്കിപ്പം എന്തെങ്കിലും എംഗ്ലക്സിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിലോ എങ്ങനെയായിരുന്നു പ്രോസസ്സെന്ന് അറിയാനുണ്ടെങ്കിലോ നിങ്ങൾ എൻ്റെ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഞാനിപ്പോൾ എഴുതിയിട്ട് 2.5 വർഷമായി. ഞാൻ ഈ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് 2-3 വർഷമായി. അപ്പോൾ എനിക്ക് അത്ര വലിയ ഓർമ്മയൊന്നുമില്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കും.